നമസ്കാരം. നമ്മളുടെ ഇന്നത്തെ വീഡിയോ ഈ പിലോപ്പിനെ വെക്കണ്ട കേട്ടോ മച്ചാമാരെ. അപ്പൊ ആദ്യം പറയുന്നില്ല. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പൊ നമ്മുടെ പിലോപ്പി എന്ന് പറയണ ആ മീനിന്റെ ഇത് കേട്ടോ മോനെ. ഇതൊക്കെ നമ്മള് അവിടെ ഒരു പുഴയുണ്ട്, അതിൽ നിന്ന് മേടിച്ചതൊന്നുമല്ല കേട്ടോ. നമ്മളിത് കടയിൽ നിന്ന് മേടിച്ച പിലോപ്പി എന്നാണ് കേട്ടോ പേര്. പിലോപ്പിയുടെ നമ്മളിനി ചതമ്പല് കളഞ്ഞെടുക്കാൻ പോണ്. നമ്മുടെ പാത്രം മാറ്റിയിട്ടാണ് നമ്മളിനി ചതമ്പല് കളഞ്ഞത്. കയ്യിലെന്താണ് കുത്തിക്കരുത്, ഒരു മുള്ളം പോലെ വെച്ചാണ്. നമുക്ക് പാത്രം ഒരു മിക്ക വെച്ചേക്കാം. ഇങ്ങനെ അങ്ങനെ നല്ല കട്ടിയുള്ള മീനാട്ടോ മുറ്റമുട്ടത്. നല്ല പണിയും കിട്ടത്. തിന്നോക്കുമ്പോ നല്ല രസവും. ഇതിപ്പോ നല്ല പണിയായിരുന്നെങ്കിലും തിന്നോക്കുമ്പോ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പൊ നമ്മുടെ ചെതമ്പലൊക്കെ ചെത്തി നമ്മുടെ ചെതമ്പലായിട്ടുള്ള ഒരു പണി നമ്മളെ തീർന്നിട്ടുണ്ട് കേട്ടോ മച്ചന്മാരെ. ഇപ്പത്തെ നമ്മുടെ സാധനം തേന കാണുമ്പോ തന്നെ ഇല്ലേ നമ്മളെ ഓല മീനൊക്കെ, മീന്റെ കുഞ്ഞൊക്കെ പോലെ ഇല്ലേ ഓല മീന്റെ കുഞ്ഞ പോലെ ഇല്ല മച്ചന്മാരെ. ഓലമീന്റെ കുഞ്ഞാണെന്നാണ് ഇപ്പൊ തോന്നുന്നത്. ആള് പറഞ്ഞത് പിലോപ്പി എന്നാണ്. കണ്ണൊക്കെ തരുന്ന തൊട്ട് നോക്കുമ്പോ മുട്ടൊക്കെ ഇങ്ങനെ ഓംപ്ലേറ്റ് അടിക്കൂലേ, അതിന്റെ നടുഭാഗത്ത് പറഞ്ഞ പോലെ. നമ്മളിതിന്റെ വാലൊക്കെ ചെത്തി കളയുന്നതിന് മുമ്പ് ഒന്നുകൂടി കഴുകണം. കത്തിയൊക്കെ നമ്മളെടുത്ത് കത്തി മുറിച്ചില്ലേ നമ്മുടെ വെള്ളം വെച്ചാണ് നമ്മുടെ പ്ലേറ്റ് ഒക്കെ നോക്കും. നല്ല വൃത്തിക്കാക്കി വെക്കണം. കഴുകി നല്ലോണം എടുത്ത് ഉരച്ച പോലെ. അപ്പൊ പിന്നെ നമുക്കിത് ഇതിലേക്ക് മാറ്റിയിട്ടാണ് നമ്മുടെ പണിയോടെ വാലും ചതമ്പലൊക്കെ കളയണം. കത്തിപ്പൊക്കെ ചതമ്പലായിരിക്കും. മീൻ വയറിലുള്ള കൊടല് സാധനങ്ങളൊക്കെ നമ്മളിനി കട്ട് ചെയ്തെടുക്കുമ്പോൾ മനുഷ്യന്മാരെ ഈ കത്തെടുത്ത് മുറിക്കാൻ നല്ല പാടാം. വേറെ നല്ല മൊത്തം കത്തെടുത്ത് നമ്മൾ മുറിക്കുമ്പോൾ അത് അപ്പോഴത്തേക്കും നമ്മളെ വേറെ കത്തി നമ്മളെ നേരത്തെ എടുത്തില്ലേ. ഇത് ഇവിടെ ഒരുത്തന്റെ പതുങ്ങിയിരിക്കായിരുന്നു മച്ചന്മാരെ. അവനെ വന്നത് ഒരുത്തന്റെ ഇവിടെ പതുങ്ങിയിരിക്കായിരുന്നു. നമ്മൾ അവൻ പതുങ്ങിയിരുന്നു. ഞങ്ങളിപ്പോഴെങ്കിലും കണ്ടടാ. നമുക്ക് ഈ കത്തി എടുത്ത് ആദ്യം മുറിച്ച് നോക്കാം. കിട്ടിയാന്ന് പാട ഇതിവിടെ എടുത്ത് വയ്ക്കാം. അടുത്ത നല്ല മുറുക്കം കത്തി കേട്ടോ. ഇങ്ങനെ വരയണ പോലെ നമ്മൾ ഇത് തിരുമ്മി അതിന്റെ വയറാണ് ഇനി പൊളിക്കാനുള്ള കുത്താ. നമുക്ക് മോനെ മച്ചമ്മേന്റെ വേസ്റ്റൊക്കെ ഇട്ട് മാറ്റ. ഇതൊക്കെ മുറിക്കുമ്പോ തന്നെ മച്ചമാരി മുള്ളൊക്കെ കുത്തിക്കൊണ്ടിട്ട് നമ്മുടെ കയ്യില് കുത്തിണ്ടായി. പിന്നെ ഈ മീനൊന്ന് കഴിവണം മച്ചനെ. ഇത്തിരി വെള്ളം വെറുതെ അതുമ്പേ നമ്മുടെ ഇത് വേസ്റ്റ് ഒക്കെ ആണ്. നമ്മുടെ പൂച്ച വന്നിട്ടുണ്ടോ. അപ്പൊ നമുക്കിത് പൂച്ചക്ക് കൊടുത്തോണ്ടിരാല. മച്ചാൻ ആദ്യം ഒന്ന് വെള്ളം കൊടുത്തോണ്ടോ. നമുക്ക് ആദ്യം വെള്ളം കൊടുക്കാൻ പറ്റുമോ അത് നമുക്കിത് കൊടുത്തോണ്ടിരാം. പൂച്ച
മച്ചമ്മറുടെ നമ്മുടെ പൂച്ച അവിടെ ഇരുന്ന് തിന്നാനുണ്ട്. ഓയ് പാത്രം നിറയെ വെള്ളമായി പോയില്ലോടാ മച്ചവനെ. ഇത്രയും വെള്ളമൊന്നും വേണ്ടായിരുന്നു. കണ്ണറിഞ്ഞാല് നല്ല ചോരവെള്ളമൊക്കെ ഇങ്ങനെ പോണ്ടിട്ടാ. നമ്മൾ ഇത്ര നേരം ഉപയോഗിച്ചു ഈ കത്തിയല്ലായിരുന്നു. അപ്പൊ നമ്മൾ ഇനി ഇതാണ് നല്ല മുറുക്കനായിട്ട് ഇരിക്കണേ. ഇതാണ് ഇനി ഉപയോഗിക്കണം. പക്ഷെ നമുക്ക് വരഞ്ഞെടുക്കും. കട്ടണമൊന്നുമില്ല, വെട്ടണമൊന്നുമില്ല. നല്ല കല്ലനാട്ടവൻ മുറിക്കാനും പറ്റില്ല. നല്ല വഴക്കിലൊക്കെ ഇട്ട് കൊടുക്കണം. പറഞ്ഞു ഒരു സൈഡിൽ നമ്മൾ പറഞ്ഞു. ഇത്രയൊന്നും പോരാട്ടം മച്ചന്മാരും നമ്മുടെ ഇവിടെ വെറുതെ ഇങ്ങനെ കിടക്കാണ്. നമുക്ക് ഇവിടെ ഇനി പറഞ്ഞത് തലയൊക്കെ നല്ല കട്ട പോലെ ടൈബൊക്കെ ഇരിക്കണേ. ഇതേ ഒരു വെള്ളം കൂടെ പോട്ടോ. ഇത്ര മുറിച്ചുണ്ട്. നമ്മള് ഇങ്ങനെ വരയുമ്പോ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അതെന്താന്ന് വെച്ചാല് നമ്മളിങ്ങനെ നടുവിൽ ലാസ്റ്റ് വരുമ്പോ നമ്മൾ മുറിക്കരുത്. രണ്ട് സൈഡും പകുതി പകുതി മുറിച്ചാൽ മതി. നമ്മുടെ മീൻ ഇങ്ങനെ മാത്രം ഇട്ടപ്പോ വരുമല്ലോ. ഇനി വരഞ്ഞതൊക്കെ എന്തിനാ മസാലയൊക്കെയല്ലേ നമ്മളത് വരഞ്ഞത്. അതെ ഇത്രയും സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മളിങ്ങനെ മസാല ഉണ്ടാക്കുന്നത്. അത് നമ്മുടെ കുരുമുളക് പൊടി. ചിലവര് ഈ റെഡ് ഫുഡ് കളർ ഇടും. പക്ഷെ നമ്മള് കൊറേ ഇടും. നമ്മള് ഈ മുളക് പൊടി ഇട്ടത് എന്തിനാന്ന് വെച്ചാല് എരിവിനും വേണ്ടിയിട്ടാണ്. ആവശ്യത്തിന് എരിവ് നമ്മുടെ അടപ്പിനോടെ ആണ്. മഞ്ഞപ്പൊടിയാണോ കൂടുതൽ? മഞ്ഞപ്പൊടി കുറച്ച്. നമ്മുടെ കുറച്ച് വേണ്ട സാധനേ കുറച്ച്. നമ്മുടെ വയനാട്ടിൽ നിന്ന് പ്ലെയിനിൽ കയറി എത്തിയ നമ്മുടെ നാടൻ കുരുമുളക് പൊടി. മച്ചാമാരെ ഇതിന് ഒരു സ്പൂണില്ല. കുറച്ച് വെച്ചാൽ മതി. കുറച്ച് നമുക്കിതൊക്കെ ഒന്ന് കുറച്ച് മതി. ആവശ്യത്തിന് നമുക്ക് ഉപ്പിടണം. ഉപ്പെന്ന് വെച്ചാ ഇത് ഉപ്പ് ചില്ല് ഗ്ലാസ്സിലായി പോയിട്ടോ മച്ചാന്മാരെ. നല്ല പണി ചില്ല് ഗ്ലാസ്സിലാണ്. എല്ലാ കറിക്കും നല്ല ടേസ്റ്റ് തന്നെ. അതാണ് നമ്മുടെ ഉപ്പൂട്ടനാണ്. ഓക്കെ മച്ചാന്മാരെ, നമ്മുടെ മസാലക്കുള്ള സാധനങ്ങളൊക്കെ നമ്മളിത് ഇവിടെ ഇട്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇന്ന് നടുക്കൊരു ഹോളുണ്ട്. കത്തിക്കൊണ്ടൊക്കെ ഇടണോട്ടോ. എന്നിട്ട് നമ്മുടെ നല്ല വെള്ളത്തിൽ എന്ത് തയ്ക്കി നമ്മുടെ കേക്കിലൊക്കെ അയ്യോ മച്ചമ്മരെ ഇത് കാണാണ്ടായി. ആ മീൻ അതിനകത്തിട്ട് മുക്കണം. മുക്കിട്ട് നല്ലോണം മസാല സൈഡിലിട്ടിങ്ങനെ മച്ചമ്മ നമ്മുടെ മീൻ ഇവിടെ ഇങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ നേരത്തെ നമ്മൾ കണ്ടല്ലേ ഇതിന്റെ തല ഉണ്ടില്ല മച്ചമ്മരെ. പക്ഷേ ആ തല നമ്മുടെ അമ്മ പറഞ്ഞോണ്ട് എടുത്ത് കാട്ടിയത് അവിടെ ഒരു പൂച്ച വന്നിരുന്നായിരുന്നു. അതിന് നമ്മളങ്ങനെ എടുത്ത് കൊടുത്തു. നേരത്തെ പറഞ്ഞല്ലോ ഇതിനകത്തൊരു വെള്ളമൊക്കെ എടുത്ത് കൊടുത്തത്. ഇതിനകത്ത് കുറച്ച് ചെറിയ വെള്ളം ആവൂല. അപ്പൊ നമ്മൾ ആ തല എടുത്ത് കാട്ടി കളിക്കും. നമ്മുടെ ഇനി തീയൊക്കെ കാട്ടിക്കണം. നമ്മുടെ കടായി അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മുടെ മസാല ഒക്കെ നമ്മുടെ മീനപ്പ പിടിക്കട്ടെ. അപ്പൊ
ഇതും കൊണ്ട് നമ്മൾ മൂടി വെക്കണം. കാക്ക ഉണ്ടാവാണ്ടാവും മാത്രമാണ് ഇത് മൂടി വെക്കാണ്. അങ്ങനെ നമ്മുടെ മീനിനോട് നമ്മൾ ചാറ്റം പറഞ്ഞ് തൊപ്പി പൊക്കുകയാണ്. അപ്പൊ ഇനി നമുക്ക് അടുപ്പ് കത്തിക്കാം. അപ്പൊ നമ്മള് ഇനി അടുപ്പിനുള്ള പണിയാണ് നമ്മൾ ഇന്ന് ചേട്ടപ്പെടാതെ ബിരിയാണി ചേട്ടാണ് പിടി വെക്കണ പോലെ. അങ്ങനെ നമ്മളിപ്പോ തീ എത്തിക്കാന്നത് ഭാഗ്യം. നമ്മളിങ്ങനെ വച്ചത് കൈ എത്തിപ്പോയി. കാരണം നമ്മുടെ മീൻ കത്തിക്കാൻ ചോട്ടം നമ്മള് മടക്കി നമ്മള് കുറച്ച് പേരൊക്കെ ഉണ്ട്. തന്നെ ഇത് വലിയ പോലൊന്നുമില്ല. തന്നെ ഒരു ഉണങ്ങി വരും. ആ നമുക്കിന്ന് കട വയ്ക്കാം. ഇപ്പൊ തരും വേഗം വെക്കണേ. വയ്ക്കാം. ബട്ടറിന് കുറവാണ് നമ്മുടെ വെളിച്ചെണ്ണ. വെളിച്ചെണ്ണ വെച്ച് കഴിഞ്ഞിട്ട് ഈ പ്ലേറ്റിലിരിക്കും നമ്മുടെ മീനട നമ്മുടെ പാത്രത്തിൽ നല്ലോണം മസാല. ഇവിടെ പാടൊക്കെ ഒന്നുണ്ട്. നമ്മൾ അധികം പറയുന്നില്ല. മസാല ഒന്ന് കഴിവണമുണ്ട്. നമ്മൾ ഒറ്റ കൊടുത്താലും അങ്ങനെ തുടങ്ങി. നമ്മളിത് കൂടെ മച്ചന്മാരെ നമ്മളിത് ഈ പാത്രം കൊണ്ടാണ് ഇത് മൂടി വെച്ചത്. മറിച്ചിട്ടാലാ നമ്മുടെ ആദ്യത്തെ പരീക്ഷണം കരിഞ്ഞ് പാളിപ്പോയി. എന്നാലും മോനെ സന്തോഷം. ഇവിടെ വെച്ച് ഒന്നുകൂടി ഒറ്റൊരു അടി അടിച്ചിട്ട് ഒന്ന് പിന്നൊന്ന് തരച്ച് തന്നെ അടിയൊന്നും അടിക്കണമല്ല. ഒന്ന് ഇവിടുത്തെ കണ്ണമ്മച്ചന്മാരെ മുരിഞ്ഞിട്ടാ ഇത് മൊത്തം ഇവിടുത്തെ നാട്ടാ തോന്നണേ. മരങ്ങ ഓർമ്മ നന്നാക്കി പാല് വരും. നമസ്കാരം.